അച്ഛൻ ഓഫീസിൽ എൻ്റെ അടുത്തിരുന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ കൊച്ചച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ കേൾക്കുന്നത് മിനിഞ്ഞാന്നാണ്. എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. അത് കേട്ടപ്പോൾ സത്യം എനിക്ക് നല്ല വിഷമം. ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം വന്നു. ശരിയാണ്, പണ്ട് ഇങ്ങനെ ബൈക്കിലൊക്കെ പോയ കഥകളും മെമ്മറീസൊക്കെ. പിന്നെ അച്ഛൻ്റെ കാര്യമാണ്, അച്ഛൻ പിന്നെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സ്ഥിരം അങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. എനിക്ക് മാർക്കോയിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ ചെറിയ ചെറിയ ഡബിങ്ങിലുണ്ടായ മിസ്റ്റേക്സ് അച്ഛൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, അത് കണ്ടോ അങ്ങനെ ചെയ്തിരുന്ന കുറച്ച് സൂപ്പറായാലേ. അപ്പം ഞാൻ മനസ്സിൽ ആ പോർഷൻ കണ്ടപ്പോൾ അത് ഇങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ അത് തന്നെ അച്ഛനെ ഇങ്ങോട്ട് പറയുമോ കറക്റ്റായിട്ട്. ഞാൻ മനസ്സിൽ കണ്ട കറക്റ്റ് അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്തിരുന്ന കുറച്ച് സൂപ്പർ ആയിരുന്നു തന്നെയല്ലേ പറഞ്ഞാ. ശരി, എനിക്ക് തോന്നിയത് കാര്യങ്ങൾ അച്ഛനും പറഞ്ഞത് തന്നെ. പക്ഷെ അഭിമന്യു ഇത്രയും കാലം എവിടെയായിരുന്നു? പഠനവും ബാക്കിയുള്ള ജോലിയൊക്കെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു. പിന്നെ ഒന്ന് സെറ്റിലായതിനു ശേഷം മാത്രം സിനിമയിൽ ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഇപ്പോൾ എന്തൊക്കെ വലിയ ബാക്കപ്പ് ഉണ്ട്, നമുക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഭാഗ്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും എങ്ങും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, സിനിമ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല.